ഹായ് ഗായ്സ്. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ മെറീന ബീച്ചിൽ പോവാണേ. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി എടുക്കാന്ന് വെച്ചേ. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ഞാൻ ഇടണേ. ഇനി നമുക്ക് ഫേസിലെ പണി തുടങ്ങാം. ഉച്ച വെയിലത്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണത്. അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് ഈ ടൈമിൽ തന്നെ ഇറങ്ങാൻ വേണം. ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടും വെയിലുമാണ്. അതുകൊണ്ട് തന്നെ മേക്കപ്പ് അല്ലാട്ടോ, സ്കിൻ കെയർ ആണ് അത്യാവശ്യം വേണ്ടത്. മെയിനായിട്ട് സൺസ്ക്രീൻ. ഇങ്ങോട്ട് വരണ പ്രമാണിച്ച് മേടിച്ച ടോണറും മോയ്സ്ചറൈസറും ഒക്കെ ഓർഡർ അനുസരിച്ച് അങ്ങോട്ട് ഫേസിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. മെയിൻ ആള് സൺസ്ക്രീന് ഫേസിലും നെക്കിലും ആവശ്യത്തിലധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിബാമും പുതിയതാണ് കേട്ടോ, ഇതും പുതിയതാണ്. പക്ഷെ ഇതെനിക്ക് പണി തന്നെ. ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു, മുഖത്തൊക്കെ പറ്റി ആകെ കുളമായി. പിന്നെ അതൊക്കെ മാറ്റി ഐലൈനർ അങ്ങോട്ട് എഴുതി. ഇതും എൻ്റെ പുതിയ ലിപ്സ്റ്റിക് ആണ്, ഒരു ബ്രൗൺ ഷെയ്ഡാണ് പറഞ്ഞത്. അതെനിക്ക് ഇഷ്ടമായി. ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കും എങ്ങനെയുണ്ടെന്ന്. ഇന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ആ കൊള്ളാം, കാച്ചിക്കോ. അങ്ങനെ അത് കഴിഞ്ഞു. ഇവിടുത്തെ വെള്ളം ബഹുക്കേമായതുകൊണ്ട് ക്യാനിന് വെള്ളം മേടിച്ചാണ് കുളി. അതിന്റെ എല്ലാ ഗുണങ്ങളും എൻ്റെ മുടി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറെ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്ത് അവസാനം കറങ്ങി തിരിഞ്ഞ് ഞാൻ എൻ്റെ പഴയ ഹെയർ സ്റ്റൈലിൽ തന്നെ. പക്ഷെ എനിക്ക് എന്തോ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ പോരാ. ഇനിയിപ്പോ ഇതൊക്കെ മതി എന്ന് വെച്ചിരുന്നപ്പോൾ എൻ്റെ ബാഗിൽ നിന്ന് എനിക്കൊരു സാധനം കിട്ടി. അങ്ങനെ ഞാൻ അത് വെച്ച് ഒരു താജ്മഹൽ പണിയാന്ന് വെച്ചു. അങ്ങനെ ഞാൻ ദേ ഈ കാണുന്ന പോലെ പണിതെടുത്തു. ഗുളമുഖ പുറത്തെ ഈ ക്ലൈമറ്റിന് മുടിക്ക് ഇതാണ് നല്ലതെന്ന് തോന്നിയിട്ട് ഞാൻ ഇതങ്ങ് ഫിക്സ് ചെയ്തു. ഈ ഒരു ബ്ലാക്ക് ഇയറിംഗ്സും ഇട്ട് ഞാൻ റെഡിയായി. ഉച്ചക്കത്തെ ഇവിടുത്തെ പാർട്ടി സ്പെഷ്യൽ ബിരിയാണിയും കേസരിയും കഴിച്ച് ഈ മാസ്കും വെച്ച് ഒരു ക്യാപ്പ് കൊണ്ട് അതും വെച്ച് ഞങ്ങൾ പോയി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.